പള്ളിവക സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് ഒരു നാടിന്റെ മതസൗഹാർദ്ദവും ഒരുമയും വിളിച്ചോതി എന്നും തലയുർത്തി നിൽക്കാനായി ക്ഷേത്രം ഒരുങ്ങുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നശിച്ചുപോയ ക്ഷേത്രവും അന്യാധീനപ്പെട്ട ഭൂമിയുമാണ് നാടിന്റെ ഒരുമയിൽ പുനർജനിക്കുന്നത്. അനേക കാലം മുൻപ് നിലനിന്നിരുന്നതായി കരുതുന്ന കാളികാവ് ആമപ്പൊയിൽ കൈതമണ്ണ മഹാദേവ ക്ഷേത്രത്തിന്റെ അവശിഷ്ടം വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയതോടെയാണ് ഇവിടെ ക്ഷേത്രമുണ്ടാക്കുന്നതിനായി ശ്രമം ആരംഭിച്ചത്. ഒഴിഞ്ഞുകിടന്നിരുന്ന ഈ സ്ഥലം കൈവശം വെച്ചിരുന്ന സ്വകാര്യ വ്യക്തി ആമപ്പൊയിൽ ജുമാ മസ്ജിദിന് ദാനമായി നൽകിയിരുന്നു. കുറേക്കാലം പള്ളിയുടെ കൈവശമായിരുന്ന 1/2 ഏക്കറോളം സ്ഥലം പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം ക്ഷേത്ര നിർമ്മാണത്തിന് സൗജന്യമായി പള്ളിയും വിട്ടു നൽകി. തുടർന്ന് 2023 മാർച്ചിൽ പൂർണ്ണാഷ്ടക പ്രതിഷ്ഠയും ശ്രീകോവിലിന്റെ ഉത്തരം വെപ്പും നടത്തി. ക്ഷേത്രത്തിനായുള്ള മര ഉരുപ്പടികളും മറ്റു സാമ്പത്തിക സഹായങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളും നൽകിയിട്ടുണ്ട്. തുടർന്ന് ശ്രീകോവിൽ നിർമ്മാണം 2 വർഷം മുൻപ് പൂർത്തിയായി. ഇപ്പോൾ പുരാതന ശില്പ മാതൃകയിൽ ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ നിർമ്മാണം നടന്നു വരികയാണ്. കാട് വെട്ടിത്തെളിച്ചതോടെ ക്ഷേത്രത്തിനായി നേരത്തെ നിർമ്മിക്കപ്പെട്ട കുളാവശിഷ്ടവും ദ്വരപാലക ശില്പങ്ങളും കണ്ടെത്തി. ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയതോടെ ഇവിടേക്ക് റോഡും വൈദ്യുതിയും എത്തി. ഇത് നാടിനും ഏറെ ഗുണകരമായി. കാളി പഞ്ചായത്തിലെ ആമപ്പൊയിൽ കൈതമണ്ണ മഹാദേവ ക്ഷേത്രത്തിന്റെ പണികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യ ശ്രീകോവിലിന്റെ പണി പൂർത്തീകരിച്ചു. നമസ്കാര മണ്ഡപത്തിന്റെ പണി പൂർത്തീകരിച്ചു. ഇപ്പോൾ ചുറ്റമ്പലത്തിന്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മാസക്കാലമായിട്ട് ചുറ്റമ്പലത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും പരമ്പരാഗതമായ രീതിയിൽ പൗരാണിക രീതിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. വെട്ടുകല്ലിലാണ് പണി നടക്കുന്നത്. വലിയ ഒരു സാമ്പത്തികമായ ബാധ്യത നമുക്കുണ്ട്. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിലുള്ള ജാതിമത വ്യത്യാസം ഇല്ലാതെ എല്ലാ ആളുകളും സഹകരിച്ചിട്ടാണ് ഇപ്പം നമുക്ക് കരിങ്കല്ലിന്റെ കട്ടിലയും അതുപോലെ തന്നെ മരവും ഒക്കെ നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ജാതിമത വ്യത്യാസമില്ലാത്ത എല്ലാ സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ കുഞ്ഞാപ്പാജിയും അതുപോലെ തന്നെ മയൂരി, മിഞ്ചു, പിന്നെ ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എറമ്പത്തെ കരീം ഇങ്ങനെയുള്ള ആളുകളും നമ്മളെ സഹായിച്ച് കട്ടിലയും മറ്റൊക്കെ സഹായിച്ച് മുന്നോട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു ജനകീയ ക്ഷേത്രമാണ് ഇവിടെ വരുന്നത്. ജാതിമത വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ സഹായത്തോടെ നടക്കുന്ന ക്ഷേത്ര നിർമ്മാണ പ്രവൃത്തി മതമൈത്രിയുടെ വേറിട്ട മാതൃക കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.